നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ സർവകലാശാലകളിൽ ഇലക്ട്രീഷ്യന്മാരുടെ ഒഴിവുകളിലേക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഡിസംബർ 31 വരെ അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. നമുക്ക് വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. ഈ നോട്ടിഫിക്കേഷന്റെ കാറ്റഗറി നമ്പർ എന്നുള്ളത് 464/2025 എന്നുള്ളതാണ്. കേരളത്തിലെ വിവിധ സർവകലാശാലകളിലെ ഇലക്ട്രീഷ്യന്മാരുടെ ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിക്കുന്നത്. പോസ്റ്റിന്റെ പേര് ഇലക്ട്രീഷ്യൻ എന്നുള്ളതാണ്. ശമ്പള സ്കെയിൽ 18,000 മുതൽ 41,500 എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക. ഒഴിവുകളുടെ എണ്ണം പറഞ്ഞിട്ടില്ല, പ്രതീക്ഷിക്കുന്ന ഒഴിവുകൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയുടെ വരുന്ന ഒഴിവുകളൊക്കെ ഇതിൽ നിന്ന് നികത്തുന്നതായിരിക്കും എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ഇതിലേക്കുള്ള നേരിട്ടുള്ള നിയമനമായിരിക്കും. പ്രായം പറഞ്ഞിട്ടുള്ള 18 വയസ്സിനും 36 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. SC/ST കാരന് 5 വർഷവും OBC നോൺ ക്രീമികൾക്ക് 3 വർഷവും ഉയർന്ന പ്രായപരിധി ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. വേണ്ട യോഗ്യത, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത, അല്ലെങ്കിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ്, ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ വയർമാൻ എന്ന ട്രേഡിലുള്ള നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റും 10ാം ക്ലാസ്സും ഉണ്ടായിരിക്കണം. അതുപോലെ അല്ലെന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ്സും വയർമാൻ ലൈസൻസും ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. 2 വർഷം വയർമാനായിട്ട് അല്ലെങ്കിൽ ഇലക്ട്രീഷ്യനായിട്ട് പ്രവർത്തിച്ച പരിചയം കൂടി ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടി ഇതാണ് വേണ്ട അടിസ്ഥാന യോഗ്യത. അതോടൊപ്പം എക്സ്പീരിയൻസ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇവിടെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഫോർമാറ്റിൽ നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. അതാണ് ആപ്ലിക്കേഷൻ ഫോമിനോടൊപ്പം അത് നിർബന്ധമായും ചേർത്തിരിക്കണം. ഇനി എങ്ങനെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും നമുക്ക് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് കേരള PSCക്ക് അപേക്ഷിച്ചിട്ട് 1 ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് www.kerala.psc.gov.in സൈറ്റിൽ പോയിട്ട് നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ്, അഡ്രസ്സ് ഒക്കെ കൊടുത്ത് ഫോൺ നമ്പറും ഇമെയിൽ ID ഒക്കെ കൊടുത്ത് നമുക്കൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊഫൈലിൽ യൂസർ IDയും പാസ്വേഡ് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്താൽ പിന്നീട് എത്ര പോസ്റ്റ് വേണമെങ്കിലും നമ്മൾക്ക് അപേക്ഷിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ 1 ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക, നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക, കാറ്റഗറി നമ്പർ സെലക്ട് ചെയ്യുക, അപ്ലൈ നൗ എന്ന് കൊടുത്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ടാണ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നത്, നിങ്ങൾ അതിനകത്ത് പ്രൊഫൈൽ നിങ്ങളൊരു ഫോട്ടോ കൂടി അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയുടെ അടിയിൽ നിങ്ങളുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും കൂടെ രേഖപ്പെടുത്തുക എന്ന കാര്യം മറന്നു പോകരുത്. അതോടൊപ്പം തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് PSCക്ക് അപേക്ഷിക്കാൻ കഴിയും. അപേക്ഷാ ഫീസ് ഒന്നുമില്ല എന്ന കാര്യം ഓർത്തിരിക്കുക. അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ഒരു പ്രിന്റ് ഔട്ട് കൂടി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പിന്നീട് എപ്പോഴും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേരള PSCയുമായിട്ട് ബന്ധപ്പെടേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ പ്രയോജനപ്പെടും എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. അതേപോലെ നിങ്ങളുടെ ആധാറിന്റെ ഒരു കോപ്പി എടുത്ത് നിങ്ങളുടെ പ്രൊഫൈലിൽ ഒരു അപ്ലോഡ് വെച്ച് കഴിഞ്ഞാൽ അതൊരു ID പ്രൂഫായിട്ട് വിനിയോഗിക്കാൻ പറ്റും എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. അതോടൊപ്പം ഈ സെലക്ഷനോട് ബന്ധപ്പെട്ട റിട്ടേൺ ടെസ്റ്റോ OMR ടെസ്റ്റോ ഓൺലൈൻ ടെസ്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾ റെഡി ആയ ഒരു കൺഫർമേഷൻ കൂടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് ആവശ്യപ്പെട്ട സമയത്ത് നിർബന്ധമായിട്ട് അത് കൊടുത്തിരിക്കണം എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. അപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് 2025 ഡിസംബർ 31 വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക. www.kerala.psc.gov.in സൈറ്റ് വഴി നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. നോട്ടിഫിക്കേഷൻ അവിടെ ഉണ്ട്, അവിടെ നോക്കി നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഒന്നുകൂടി റീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്ര നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ടുവന്നിരിക്കപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നല്ല കാര്യം ഉണ്ടാവട്ടെ. താങ്ക് യു വെരി മച്ച്.